നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓർമ്മകൾ പുതുക്കി മലയാളികൾ വിഷു ആഘോഷിച്ചു. കണ്ണനു മുന്നിൽ കണിയൊരുക്കിയാണ് വിഷുവിനെ വരവേറ്റത്. വിഷുപുലരിയിൽ കണ്ണനെ കണി കാണാൻ വൻ ഭക്തജന തിരക്ക്. മേടപ്പുലരിയിൽ ദർശന പുണ്യം തേടി ആയിരങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയത്. പുലർച്ചെ 2:42 മുതൽ 3:42 വരെയുള്ള 1 മണിക്കൂറായിരുന്നു വിഷുക്കണി ദർശനം. തിരുവമ്പാടി ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനത്തിന് വൻ തിരക്ക്. പുലർച്ചെ 3:00-നായിരുന്നു തിരുവമ്പാടിയിൽ വിഷുക്കണി ദർശനം. NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കുന്നംകുളത്ത് പൊതുയോഗത്തിൽ പങ്കെടുക്കും. രാവിലെ 11-ന് ചെറുവത്തൂർ ഗ്രൌണ്ടിലാണ് പൊതുയോഗം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി കുന്നംകുളത്ത് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന്റെ ട്രയൽ റൺ നടത്തി. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൌണ്ട് മുതൽ പൊതുസമ്മേളനം നടക്കുന്ന ചെറുവത്തൂർ ഗ്രൌണ്ട് വരെയാണ് ട്രയൽ റൺ നടത്തിയത്. മുഖ്യമന്ത്രി നാളെ ജില്ലയിലെ വിവിധ പ്രചരണ യോഗങ്ങളിൽ പങ്കെടുക്കും. തൃശൂർ പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് മുഖ്യമന്ത്രി പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. 3 പീടികയിൽ വാഹനാപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങിയ കൊല്ലം സ്വദേശികളുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാർ യാത്രക്കാരായ പ്രശോഭനൻ, ഗൌരി ദേവനന്ദ, ബൈക്ക് യാത്രികനായ വഴിയമ്പലം സ്വദേശി തേപ്പറമ്പിൽ സാഗർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വ്യക്തിപരമായല്ലെന്നും രാഷ്ട്രീയപരമാണെന്നും ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ. മന്ത്രിയായതുകൊണ്ടല്ല താൻ സ്ഥാനാർത്ഥിയായതെന്നും പാർട്ടി പറഞ്ഞതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയായതെന്നും കെ രാധാകൃഷ്ണൻ. UDOF കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ദളിത് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അംബേദ്കർ ജയന്തി ആഘോഷിച്ചു. തൃശൂർ DCC ഓഫീസിൽ നടന്ന അംബേദ്കർ ജന്മദിനാഘോഷം UDF തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. അംബേദ്കർ സ്മാരക സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ചാലക്കുടിയിൽ അംബേദ്കർ ജയന്തി ദിനം ആചരിച്ചു. പൌലോസ് താക്കോൽക്കാരൻ പാർക്കിൽ നടന്ന അനുസ്മരണ സമ്മേളനം ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KB സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് കൈക്കുളങ്ങരയിൽ അജ്ഞാത കാർ ബൈക്ക് യാത്രക്കാരനെയും കാൽനട യാത്രക്കാരനെയും ഇടിച്ചു നിർത്താതെ പോയി. പരിക്കേറ്റ കാൽനട യാത്രക്കാരനായ ഒറീസ സ്വദേശി ബൊലോറോ സിംഗ്, ബൈക്ക് യാത്രക്കാരനായ കരിക്കാട് സ്വദേശി കാലടി വീട്ടിൽ വിഷ്ണു എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോലഴി കൊടുമുള്ളിക്കാവ് ശ്രീ വേട്ടക്കാരൻ ക്ഷേത്രത്തിൽ വിഷു ആഘോഷത്തിന്റെ ഭാഗമായി ജന്മനക്ഷത്ര വൃക്ഷപൂജ നടത്തി. ക്ഷേത്ര മേൽശാന്തി രമേശ് കീഴോത്ത് നേതൃത്വം നൽകി. പുന്നയൂർകുളം കുന്നത്തൂർ രഞ്ജി ക്രിക്കറ്റ് ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന രഞ്ജി ഗോൾഡൻ ജൂബിലി വെറ്ററൻസ് ക്രിക്കറ്റ് ടൂർണമെന്റ് ഈ മാസം 17 മുതൽ 22 വരെ നടക്കും. മുണ്ടൂർ ആത്രേയ ഗ്രൌണ്ടിൽ 6 ദിവസം രാവിലെയും വൈകിട്ടുമാണ് ടൂർണമെന്റ് നടക്കുക. ഡോക്ടർ BR അംബേദ്കർ ജയന്തിയുടെ ഭാഗമായി പിറവി കലാ സാംസ്കാരിക വേദി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് ഉദ്ഘാടനം ചെയ്തു. യുവകലാ സാഹിതിയുടെ നേതൃത്വത്തിൽ റംസാൻ വിഷു ആഘോഷരാവ് സംഘടിപ്പിച്ചു. മതിലകത്ത് നടന്ന ആഘോഷരാവ് ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഇക്കണ്ടവാര്യ റോഡിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റ പുത്തൂർ കൈനൂർ സ്വദേശി വേണുഗോപാലിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലിക്കരയിൽ ദേശീയപാതയോരത്ത് പാടത്ത് തീപിടിച്ചു. പഴയ ഹൈവേക്കും സർവീസ് റോഡിനും ഇടയിലുള്ള പാടത്താണ് തീ പടർന്നത്. തീപിടുത്തത്തിൽ വർഷങ്ങളായി നിർത്തിയിട്ടിരുന്ന വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ട പരിശീലനത്തിൽ നിന്നും വിട്ടുനിന്ന 23 ഉദ്യോഗസ്ഥർക്ക് ജില്ലാ കളക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിലും പോളിംഗ് ഡ്യൂട്ടി നിർവഹിക്കുന്നതിലും ബോധപൂർവം വീഴ്ച വരുത്തുന്നവർക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കളക്ടർ.
ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലയിൽ തപാൽ വോട്ടെടുപ്പ് നാളെ മുതൽ 24 വരെ നടക്കുമെന്ന് ജില്ലാ കളക്ടർ. ഭിന്നശേഷിക്കാർ, 85 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൌരന്മാർ എന്നീ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആബ്സെന്റി വോട്ടർമാർക്ക് നാളെ മുതൽ 21 വരെ ഗൃഹസന്ദർശനം നടത്തി വോട്ട് രേഖപ്പെടുത്താനുള്ള സംവിധാനം ഏർപ്പെടുത്തും. ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ 133ാമത് ജന്മദിനം പട്ടികജാതി ക്ഷേമസമിതി ആചരിച്ചു. മണലൂർ ഏരിയ പട്ടികജാതി ക്ഷേമസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അംബേദ്കർ ജയന്തി ദിനാചരണം സംസ്ഥാന കമ്മിറ്റി അംഗം കെ. വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. മുള്ളൂർക്കര ഇരുനിലംകോട് ശിവക്ഷേത്രത്തിൽ വിഷുദിനത്തിൽ ചക്കോത്സവം ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾക്ക് ശാന്തി രാജീവ് നേതൃത്വം നൽകി. മുല്ലശ്ശേരി നല്ലിടയന്റെ ദേവാലയത്തിലെ തിരുനാൾ ഭക്തിസാന്ദ്രമായി. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോസ് എടക്കളത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുന്നംകുളം മണ്ഡലത്തിലെ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് ഷെപ്പേർഡ് CMI പബ്ലിക് സ്കൂളിൽ നാളെ നടത്താനിരുന്ന പരിശീലനം മാറ്റിവെച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയിലേക്കാണ് പരിശീലനം മാറ്റിവെച്ചത്. കോടന്നൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ വിഷുപ്പൂരം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ചെമ്മാലിൽ നാരായണൻകുട്ടി, ക്ഷേത്രം മേൽശാന്തി തളിക്കുളം കണ്ണൻ, ചെമ്മാലിൽ ബിജു ശാന്തി എന്നിവർ വിശേഷാൽ പൂജകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുവല്ലുവാമല മലേശമംഗലം പ്രദേശത്ത് റോഡിൽ പാഴായി പോകുന്ന വെള്ളത്തിൽ കുളിച്ച യുവാവിന്റെ വേറിട്ട പ്രതിഷേധം. മലേശമംഗലം കൂട്ടാലപ്പടി കൃഷ്ണകുമാർ വിഷുദിനത്തിൽ വേറിട്ട പ്രതിഷേധം നടത്തിയത്. ബി.ആർ. അംബേദ്കറുടെ 133ാമത് ജന്മദിനാചരണം പാർളം പഞ്ചായത്തിൽ CC മുകുന്ദൻ MLA ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് മുഖ്യാതിഥിയായി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.